ഡിയർ മമ്മൂട്ടി, ഇന്ന് പിന്നെ ലൗഡ് സ്പീക്കർ കണ്ടു. ഒരു സിനിമ തീർന്നു പോയാൽ എനിക്ക് സങ്കടം തോന്നുന്നത് ആദ്യമായിട്ടാ. എല്ലാരെയും പോലെ ഇയാൾ എന്തൊരു വെറുപ്പിക്കലാന്ന് ആദ്യം എനിക്കും തോന്നിയേ. പക്ഷേ ഇപ്പൊ സിനിമ തീർന്നപ്പോ കൊതിയാവുക മൈക്കിന് പോലെ ഒരാളെ കണ്ടുമുട്ടാൻ. തെളിഞ്ഞ പുഴയിലേക്ക് നോക്കിയ മുഖം കാണുന്ന പോലെ നമ്മളെ തന്നെ കാട്ടിത്തരാൻ ഒരു ചങ്ങാതിയോ മാമനോ ഏട്ടനോ ആരാന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റാത്ത, എന്നാ ഈ ജീവിതം എളുപ്പാക്കി തരാൻ പറ്റുന്ന ഒരാള്. നമുക്ക് മുമ്പേ നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കുകയും അതിനെപ്പറ്റി തീരുമാനം എടുക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരാള്. എല്ലാ മനുഷ്യനും അങ്ങനെ ഒരാൾ വേണം. നമുക്ക് അയാളെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. പ്രേമിക്കില്ല, പറ്റിക്കില്ല, നമ്മുടെ രഹസ്യങ്ങൾ ആരോടും പറയില്ല. മൈക്കിനെ പോലെ വഴി നീള കഥ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നേ നല്ല രസമായിരിക്കില്ലേ മമ്മൂട്ടി? മൈക്കിനെ ഇങ്ങോട്ട് കൂട്ടായിരുന്നു. ഒരു പഴയ റേഡിയോയും കിടക്കാൻ ഇത്തിരി സ്ഥലവും ചോറിൻ്റെ കൂടെ ലേശം പുളിയും മുളകും പൊടിച്ചതും മാത്രം പോരെ അയക്ക്. 10 മണിക്ക് എണീക്കുന്ന എന്നോട് നട്ടപ്പുലർച്ചെ തലവഴി മൂടിയ പുതപ്പ് മാറ്റി ഉറങ്ങുവാന്നോ എന്നുള്ള ചോദ്യം. എന്തേലും 4 അക്ഷരം എഴുതാനിരിക്കുമ്പോ റേഡിയോയിൽ ഒച്ചത്തിൽ വെക്കുന്ന പാട്ട്. എന്നിട്ട് എന്റെ മൈക്കേ ആ ഒച്ചയൊന്ന് കുറയ്ക്കുമെന്ന് ഞാൻ ദേഷ്യപ്പെടുക. എനിക്കെന്തോ ഒരു കൊതിയാ മൈക്കിന്റെ സ്നേഹത്തോട്, അയാളുടെ കരുതലിനോട്, മറ്റൊരാൾക്ക് വേണ്ടി അയാൾ എടുക്കുന്ന എഫേർട്ടുകളോട്. ഒരു പരിചയമില്ലാത്ത മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് അയാൾ നടത്തുന്ന യാത്രകളോട്. ഒറ്റയ്ക്കായി പോകുന്ന ഒരാൾക്കേ മൈക്കിന്റെ സ്നേഹം മനസ്സിലാവും മമ്മൂട്ടി. അല്ലാത്തവർക്കൊക്കെ അയാളൊരു ബോറനാ, ഒരു ശല്യക്കാരൻ. എനിക്ക് മൈക്കിന് വേണ്ടിയിരുന്നു. ശ്രുതി ചേർക്കാണ്ട് അല്ലിയാമ്പൽ കടവിൽ അന്ന് അരക്കി വെള്ളവും ഉച്ചക്കെട്ടി പാർവതിയും പാടി ചെവിക്ക് അലസുണ്ടാക്കാനും ഇല്ലിക്കൂട്ടത്തിനിടയിൽ ആന മറിഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ കഥ തന്നെ പിന്നെയും പറഞ്ഞു തരാനും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ കാണുന്നവരോട് മൈക്കിനെ പറ്റി എന്ത് കഥയാ പറയാന്ന്. അങ്ങ് കോഴിക്കോട്ടെ ഒരു പെണ്ണുണ്ട് കേട്ടോ, കഷ്ടിച്ചൊരു അരയാൾ പൊക്കം, ചതഞ്ഞ മൂക്ക്, തലങ്ങും വെലങ്ങും കണ്ടിച്ചിട്ട മുടി. അതിൻ്റെ അപ്പനെയും നമ്മുടെ മമ്മൂട്ടി ഇല്ലയോ മമ്മൂട്ടി, അങ്ങേരെയും ഭയങ്കര ഇഷ്ടാ. കൺമുമ്പിൽ കണ്ട ജീവിതം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ. സ്നേഹത്തോട് കൊതിയുള്ള എല്ലാ മനുഷ്യരും മൈക്കിനെ പോലെ ഒരു ചങ്ങാതിയെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. മൈക്കിങ്ങനെ ഓടി നടന്ന് മനുഷ്യന്മാരെ സ്നേഹിക്കുന്നത് സ്നേഹത്തോടെ അയാൾക്ക് അത്രയും കൊതിയുള്ളതുകൊണ്ടും കൂടിയാ. സത്യം പറയാലോ മമ്മൂട്ടി, അടിച്ചു പിടിച്ചും വലിയ ഹീറോയിസം കാട്ടുന്ന സിനിമകളെക്കാൾ എനിക്കിഷ്ടം നിങ്ങളിങ്ങനെ മുറുക്കെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന മനുഷ്യന്മാരായിട്ട് വരുമ്പോഴാ. നിങ്ങളെ അല്ലാതെ മൈക്കായിട്ട് വേറൊരാളെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഏറ്റവും ഇഷ്ടമുള്ള 10 മമ്മൂട്ടി സിനിമ പറയാൻ പറഞ്ഞാ അതിലൊന്ന് മൈക്കിന്റെ കഥയാന്നേ ഞാൻ പറയൂ. എന്നേലും മൈക്കിനെ കണ്ട ആദ്യം ഒന്ന് മുറുക്കെ കെട്ടിപ്പിടിക്കണം. എന്നിട്ട് ആ കഥയുടെ ബാക്കിയില്ലേ അത് ചോദിക്കണം. മൈക്കേ, ആന ജയിക്കോ അതോ അപ്പൻ ജയിക്കോ? അപ്പൻ ജയിച്ചാ മതി. എല്ലാ കഥകളിലും അപ്പന്മാരെന്നെ ജയിച്ചാൽ മതി. മമ്മൂട്ടി, എനിക്കേ മൈക്കിനെ പിന്നെ മുറുക്കെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. സത്യത്തിൽ മൈക്കിനെയാണോ മമ്മൂട്ടിനെയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം? ആലോചിക്കട്ടോ. നിർത്തട്ടെ.